അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. എൻ്റെ കോഴികളെ ഒരു നേരത്തെ തീറ്റയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഇതുപോലെയൊക്കെയാണ് നിങ്ങൾ കോഴികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ കോഴികൾക്ക് പ്രത്യേകിച്ച് ഒരു വിറ്റാമിൻ മരുന്നിൻ്റെ അതുപോലെ കാൽസ്യം മരുന്നിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഒരു മരുന്നൊന്നും കൊടുക്കേണ്ടി എപ്പോഴും തൂങ്ങിപ്പിടിച്ച് അസുഖം വരികയോ ഒന്നും ചെയ്യൂല. നല്ല ഉഷാറായിട്ട് തന്നെ കോഴികൾ എപ്പോഴും ഉണ്ടാവും ചെയ്യും. നമ്മളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അധികം മരുന്നുകളൊന്നും കൊടുക്കലുമില്ല. കോഴികൾക്ക് അങ്ങനെ വല്ലാതെ അസുഖങ്ങളൊന്നും വരലുമില്ല. നല്ല ഉഷാറായിട്ട് തന്നെ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കണൊക്കെ രീതികളൊക്കെ. നന്നായിട്ട് ഇലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുക്കുക. അത് കോഴികളൊക്കെ പുറത്ത് വിടുന്ന കോഴികളാണെങ്കിലും നമ്മൾ ഒരു നേരം കൊടുക്കണ ഭക്ഷണത്തിൽ നന്നായിട്ട് ഇലകൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുക്കുക. ഇതിപ്പോൾ കടലയാണ്. അത് കുത്തുപിടിച്ചപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും പറ്റാത്ത വിധത്തിലായപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് ഊറ്റി വെച്ചതാണ്. അപ്പോൾ അത് മുളച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പരിപ്പോ പയറോ എന്തെങ്കിലുമൊക്കെ പൂത്തിട്ടും ഇതൊക്കെ ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടൊക്കെ നമുക്ക് കോഴികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കുക. കോഴികളൊക്കെ ഉള്ളവർക്ക് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ അതുപോലെ നമുക്ക് എപ്പോഴും ഉണ്ണിപ്പിണ്ടിയൊന്നും എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ വാഴ വെട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ഈ വാഴയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും ചെറിയ വാഴക്കുട്ടികൾ. അപ്പോൾ എല്ലാ വാഴയും കൂടി നമുക്ക് ഒരുമിച്ച് നിർത്തൂല. അപ്പോൾ അതിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെ മുറിക്കുമ്പോഴൊക്കെ അത് കോഴികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് കോഴികൾക്ക് പറ്റുന്നതുമാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കോഴികളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം. ഇത് അതുപോലെ മുട്ടത്തോണ്ട് പൊടിച്ചതാണ്. അതുപോലെ ഇത് ചോളത്തോടാണ്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് തന്നെയാണ്. അതുപോലെ പുണ്ണാക്ക് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങയൊക്കെ ആട്ടുന്നതിൻ്റെ ഇരിക്കണതാണ്. അത് അത് ഫുള്ളും കോഴികൾക്ക് തന്നെ കുറേശ്ശെ അങ്ങനെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക ചെയ്യുക. ഇത് മുരിങ്ങയില ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞാണ് എടുത്താൽ പിന്നെ ഒരു ഇല പോലെ അവർ കളയാതെ ഫുള്ള് കഴിച്ച് തീർക്കും. മുരിങ്ങ നമ്മൾ വെറുതെ കെട്ടിക്കൊടുത്താലൊന്നും ഇതുപോലെ കഴിച്ച് കിട്ടൂല. കാരണം അവർ കൊത്തുമ്പത്തേ താഴെ പോയിട്ടും അങ്ങനെയൊക്കെ വേസ്റ്റായിട്ട് പോകും. പിന്നെ മുരിങ്ങയൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ടി വരില്ല. നമ്മളെപ്പോഴും കറി വെക്കാത്തുമ്പോഴൊക്കെ അവർക്കും എടുക്കുക. പിന്നെ എപ്പോഴും പൊട്ടിച്ചാലാണ് മുരിങ്ങി നന്നായിട്ട് വരിക. അതുപോലെ ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തന്നെ കൊടുക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ചോറോ അതല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ എന്തെങ്കിലും പലഹാരത്തിൻ്റെ കുറച്ചും സ്റ്റാർട്ടറും ഇലകളും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്കും തന്നെ വെറും സ്റ്റാർട്ടർ കൊടുക്കണ ഒരിതുണ്ടാവില്ല. നമുക്കും തന്നെ സ്റ്റാർട്ടർ ഒരുപാട് വാങ്ങേണ്ടി വരില്ല. അപ്പോൾ 2 ആഴ്ച ഒക്കെ വരും വെറുതെ മുഴുവൻ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക. അതിൽക്കൂടെ ഇലയും കൂട്ടിയിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷമൊക്കെ നമുക്ക് എന്തെങ്കിലും അതിൽക്കൂടെ ലേശം കൂടി വേറെയുള്ള ഫുഡുകൾ പുതിയത് എന്താണെങ്കിൽ അതും കൂടിയും കൊടുക്കുക. അപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് വളരും ചെയ്യും. നല്ല ഉഷാറായിട്ട് കഴിക്കുകയും ചെയ്യും. അതല്ലാതെ വെറും ഒരു സ്റ്റാർട്ടർ തന്നെ ഒരു മാസം വരെ കൊടുക്കണം എന്നൊന്നുമില്ല. അതിൽക്കൂടെ അതുപോലെയൊക്കെ കുറേശ്ശൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കുക. അതുപോലെ കോഴികളൊക്കെ വിടുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പൊരിഞ്ഞ് കോഴികളൊക്കെയാണ് ആദ്യം വിട്ടു കൊടുക്കുക. അവരൊക്കെ ഒന്ന് കഴിച്ച് തുടങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നീട് മറ്റ് കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മറ്റുള്ള കോഴികളൊക്കെ വിടുക. അത് ഓരോ സെക്ഷനായിട്ടേ വിടുള്ളൂ. ആദ്യം ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിടും. പുറത്തേക്ക് വിടുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിടും. അതിൻ്റെ ശേഷം പിന്നെ വലിയ കോഴികൾ ആ രീതിയിലൊക്കെയാണ് വിടുക. അങ്ങനെ വിടുകയാണെങ്കിൽ എല്ലാവർക്കും നേരം പോലെ ഭക്ഷണം കിട്ടും. പക്ഷെ ഒന്നിച്ച് നമ്മൾ ആദ്യം തന്നെ ഫുള്ള് പാത്രത്തിൽ കൊട്ടിക്കൊടുക്കരുതെന്ന് മാത്രം. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ കുറേ കോഴികൾ ഇത് മുട്ടടാൻ വേണ്ടി വെച്ച് കൊടുത്ത കൊട്ടയാണ്. അതിലിപ്പോൾ പൊരുന്നികളൊക്കെ കൂടെ അതും കൂടി അവിടെ കിടക്കുകയാണ്. അപ്പോൾ മേലെ ഓരോരുത്തർ മുട്ടടാൻ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി നമുക്ക് മുട്ട വെച്ച് കൊടുക്കണമെങ്കിൽ അതിനത്ര സ്ഥലമില്ല. ഓരോരുത്തർ കിടക്കലും കുഞ്ഞുങ്ങളായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നും ഒപ്പം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്കൊന്നും ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ല. കുറേ കോഴികൾ നമ്മൾ ഒരുമിച്ച് അവിടെ വെച്ച് കൊടുത്ത് ഒക്കെ ഇപ്പോൾ വിരിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇവരൊക്കെ തുറക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആദ്യം വിട്ട് അവരൊക്കെ കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിടുന്നത്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഈ കൂട്ടിലും ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ മേലത്തെ കൂട്ടിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊരു കൂട്ടിലൊന്നും കയറില്ല. ഓരോ കൂട്ടിലായിട്ട് വേറെയാണ് ഇവരൊക്കെ കയറുക. എല്ലാവരും ഒരുമിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ സുഖമാണ്. നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പല കൂട്ടിലും കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും വേറെ കൂട്ടിൽ ഭക്ഷണം കൊടുക്കുക അതേപോലെ വെള്ളം വെക്കുക ഒക്കെ ഭയങ്കര പണിയുള്ള കാര്യം തന്നെ. കോഴീനൊക്കെ വളർത്തുന്നവർക്ക് അറിയായിരിക്കുക. കാരണം അല്ലാതെ നമ്മൾ ഒരു കൂട്ടിലാണെങ്കിൽ നമുക്ക് ഒന്നിച്ചാണ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ പല കൂട്ടിലാകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എല്ലാത്തിനും വേണം നമുക്ക് വെള്ളവും ഭക്ഷണമൊക്കെ
എവിടേക്കും പോകുന്ന സമയത്ത് അല്ലാതെ നമ്മൾ പുറത്തേക്കാണ് വിടുന്നതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല. എല്ലാവരും പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളൂ. ഇവിടെ ഒരു പൊന്നിക്കോഴിയും കൂടിയും കിടക്കുന്നുണ്ട്. ഇത് പക്ഷേ പുറത്തോട്ടൊന്നും തുറന്നു കൊടുത്തിട്ടൊന്നും പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിനെ പിടിച്ച് പുറത്താക്കിയിട്ടൊന്നുമില്ല. അപ്പം തണുപ്പല്ലേ, ചൂടൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ദിവസേന പുറത്തൊക്കെ വിടണം. ഇന്നിപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ പിടിച്ച് പുറത്തൊക്കെ വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നാളെയൊക്കെ വിട്ടാൽ മതി. പിന്നെ ഇപ്പോൾ ഇതാ അവരൊക്കെ ചെറിയ കുഞ്ഞുങ്ങളും ഇതൊക്കെ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്തതൊക്കെ ഇവർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്. ചാരക്കോഴിനെയും കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇവരിപ്പോൾ ഒരു മാസമൊക്കെ ആവാനായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചാരക്കോഴി ആയതുകൊണ്ട് പിന്നെ അതിനിവിടെ ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവരൊന്നിച്ച് തള്ളനും കുട്ടികളെയും കൂടി ഒന്നിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവരൊന്ന് വലുതായിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിൽ നിർത്തിയിട്ടുള്ളതാണ്. അല്ലാത്തൊക്കെ നമ്മൾ ചെറുതിലെ അമ്മനെയും കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ കുറേ കാലം ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കാത്ത തള്ളാരെ മാത്രമാണ് തള്ളനും കുഞ്ഞുങ്ങളെയും ആയിട്ട് ഒരു മാസം വരെയൊക്കെ നിർത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കോഴീനെ ആദ്യം ഒന്നാണ് പുറത്തൊക്കെ വിട്ടാൽ പിന്നെ കോഴിക്കാഷ്ടമൊക്കെ പുറത്ത് തന്നെ ആവുള്ളൂ. അപ്പോൾ കൂട്ടിലൊന്നും ആവില്ല. അപ്പോൾ എന്നും ദിവസം അങ്ങനെ രാവിലെ ഒന്നാണ് ആദ്യം അവരെ പിടിച്ചൊന്നാണ് പുറത്തേക്ക് വിടും. എന്നാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണതിലൊന്നും ആവും ചെയ്യൂല. അത് അവർക്കും മനസ്സിലാവും. നമ്മൾ എന്നും പുറത്തേക്ക് വിടുമ്പോൾ പിന്നെ തിരിച്ച് കൂട്ടിലോട്ട് തന്നെ കയറും ചെയ്യും. അതുപോലെ വലിയ കല്ലൊന്നതിൽ വെച്ച് കൊടുക്കണ ഇതിനാണ്. ഇതുപോലെ നമ്മൾ ചെനക്കിയിട്ട് അവർ കൊടുക്കണ ഭക്ഷണമൊക്കെ താഴെ കളയും. അതിന് നമ്മൾ നല്ല പാത്രത്തിൽ കുറച്ച് കനത്തിൽ ഒരു കല്ല് വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും ടൈൽസിൻ്റെ പൊട്ടോ കൂടും പൊട്ടോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ പിന്നെ ഒരു ചിക്കി ചെനക്കിയിട്ട് കൊടുക്കണ ഭക്ഷണമൊന്നും പുറത്തോട്ട് കളയില്ല. അപ്പോൾ അതെ ഇതുപോലെ ഇതിനിപ്പോൾ ഇതിലൊരുപാട് കുഞ്ഞുങ്ങൾ അധികമായിപ്പോയി. ഇത് നമ്മളിങ്ങനെ വിരിയണ കുഞ്ഞുങ്ങൾ ഇതിനിങ്ങനെ കൊടുത്ത കാരണം ഒരുപാട് അധികമായിപ്പോയി കുഞ്ഞുങ്ങൾ. പിന്നീട് ഞാൻ പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ട് ചൂടൊക്കെ കൊടുക്കുകയും ചെയ്ത് നമ്മൾ ഒരു 15 കുഞ്ഞുങ്ങളിലധികമൊന്നും ഒരു തള്ളക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഉള്ളത്, അവർ പിന്നെ അത്ര ചൂട് കിട്ടാതെ ഇങ്ങനെ ചിറകൊക്കെ ഒടിഞ്ഞ് അങ്ങനെ നിൽക്കൽ തുടങ്ങും. അപ്പോൾ അതുപോലെ ഇതിന് ഒരുപാട് കുഞ്ഞുങ്ങളായി. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ആദ്യം കുറച്ച് വിരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുത്ത കാരണം ഇതിന് അധികം കുഞ്ഞുങ്ങളായതാണ്. അപ്പോൾ അവരും ഇതേപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം അവർക്ക് തലേന്നത്തെ സ്റ്റാർട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തൊക്കെ ഒഴിവാക്കുക. അതൊക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ അത് ഒഴിവാക്കി അതിൽ വല്ല വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഒഴിവാക്കി എന്നും നമ്മൾ കോഴിക്കല്ല വൃത്തിയിൽ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ തന്നെ നമ്മൾ കോഴികൾ ഈ അസുഖം പിടിക്കണേ തൂങ്ങി നിൽക്കണേ എന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒന്നാമത് നമ്മൾ കോഴികൾക്ക് കൊടുക്കണ വെള്ളവും ഭക്ഷണത്തിലൊക്കെ അവരെ കാഷ്ടം തന്നെ ആയാലൊക്കെയാണ് കോഴികൾക്ക് വേഗം അസുഖം പിടിക്കുക, കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ പിന്നെ വെള്ളമൊക്കെ 2 നേരം മാറ്റണം. അതുപോലെ ഭക്ഷണത്തിൻ്റെ പാത്രത്തിലും തന്നെ നമ്മൾ കൊടുക്കണ അതിൽ തന്നെ പിന്നെയും ഇട്ട് കൊടുക്കാതെ അതൊന്ന് പുറത്ത് കൊട്ടിയിട്ട് പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ തിരിച്ച് പിന്നെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ശരിയാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വരില്ല. മറ്റേത് അവർ അതിൽ വേസ്റ്റൊക്കെ തിന്നിട്ടാണ് ഇങ്ങനെ. അതേപോലെ ദിവസം കൂടിൻ്റെ അടിഭാഗത്തൊക്കെ വൃത്തിയാക്കുക. അതിങ്ങോട്ട് എടുത്ത് വിരിച്ചു കൊടുത്തിട്ടുള്ള അത് തട്ടിയിട്ട് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈർച്ചപ്പൊടി ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ ഇതുപോലെ കുണ്ടുള്ള നല്ല പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഭക്ഷണത്തിലൊന്നും വരില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ അവരാ കുടിക്കണ വെള്ളത്തിൽക്കും ഭക്ഷണത്തിൽക്കൊക്കെ ആവും. അപ്പോൾ അതിന് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പേപ്പറൊക്കെ വിരിച്ചാലും തന്നെ പേപ്പർ വിരിക്കുന്ന ദിവസം നമ്മൾ വേറെ മാറ്റി കൊടുക്കണം. അവരത് ചിക്കിച്ചനക്കി അങ്ങോട്ട് പേപ്പറൊക്കെ കേട് വരുത്തും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊന്നും വല്ലാതെ അസുഖം വരില്ല. 2 നേരം പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കുകയാണെങ്കിൽ. പിന്നെ ഇപ്പം നമ്മൾ ഈ കാലത്തുള്ളതാണ് ഇപ്പോൾ ഈ ചക്കി മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, വേസ്റ്റായിട്ട് വരുന്ന അതിൻ്റെ തൊലി അതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പഴയ ബക്കറ്റിൽ എന്തെങ്കിലും പഴയ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കോഴികൾക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ കിട്ടും. നമ്മളെ ഭക്ഷണ വേസ്റ്റ് അടിയിലിട്ട് കൊടുക്കുക, അതിൻ്റെ ശേഷം മേലെ ഇപ്പോൾ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊന്നും നമുക്കൊരു ചിലവില്ലാത്ത ഇതുമാണ്. പോരാത്ത കോഴികൾക്ക് നല്ല ഫുഡുമാണ്. പിന്നെ പെട്ടെന്ന് വളരും ചെയ്യും. പിന്നെ മുട്ടയിടാത്ത കോഴികളൊക്കെ ആണെങ്കിൽ പുഴു കൊടുക്കൽ തുടങ്ങിയാൽ വേഗം മുട്ടയിടുന്നതാണ്. അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളും തന്നെ എളുപ്പത്തിൽ വലിപ്പം കിട്ടും. നന്ന ചെറുതിന് നമുക്ക് ചെതൽ കൊടുക്കാം. അതിൻ്റെ ശേഷമൊക്കെ പിന്നെ അതുപോലെ പുഴുണ്ടാക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ അവിടെ ഇട്ട് വെക്കണം എന്നുള്ളൂ. അത് 2 ആഴ്ച ആകുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് പുഴു വരും. അത് 2-3 പാത്രമൊക്കെ വെച്ചാൽ മതി. പിന്നെ ഈ കാലത്ത് അധികം എല്ലാവർക്കും ചക്കി മാങ്ങയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഒന്നും ഇപ്പോൾ നമ്മൾ ഇവിടെ മാവിൻ്റെ ചോട്ടിൽ തന്നെയാണ് കോഴികളെ കൂടന്നെ. അതുകൊണ്ട് തന്നെ അവർ ഈ കൊത്തിച്ചാടിക്കണ മാങ്ങയൊക്കെ അവർക്ക് പൂണ്ട് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ കൊണ്ടുപോയിട്ട് വേസ്റ്റിലിടും. അതുകൊണ്ട് തന്നെ പിന്നെ നന്നായിട്ട് പുഴു കിട്ടും ചെയ്യും. ഒരു നേരം ചോറൊക്കെ കൊടുത്താൽ ഒരു നേരം അരി ഗോതമ്പും അങ്ങനെയൊക്കെയാണ് കൊടുക്കുക.
അതൊക്കെ ഒന്ന് കുതിർത്തിയിട്ടും മുളപ്പിച്ചിട്ടും ആ രീതിയിലൊക്കെ കൊടുക്കും. അപ്പം നമ്മൾ ചോറ് തീരെ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോറ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കോഴികൾക്ക്. ചോറിൽ നമ്മളിതൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ചോറിൻ്റെ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തൊക്കെ വേസ്റ്റായി വരുന്നത് കോഴികൾക്ക് എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുകയെന്ന് നോക്കിയിട്ട് അതുപോലെയൊക്കെ കൊടുക്കുക. എന്നാലേ നമുക്ക് ചിലവ് കുറച്ചിട്ട് കോഴികളൊക്കെ നോക്കാനും പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.